നമസ്കാരം. വണ്ടാനം മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ നെഗ്ലിജൻസ് കേരളത്തിലുണ്ടായ കോലാഹലങ്ങൾ നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. ആരോഗ്യമന്ത്രിയുടെ നേരെ കയ്യേറ്റം വരെ ഉണ്ടായി. പക്ഷേ അതേ പ്രശ്നമുണ്ടാക്കിയവർ, അതേ കയ്യേറ്റക്കാർക്ക് ഇപ്പോൾ യാതൊരു അനക്കവും ആവിയില്ലാത്ത മറ്റൊരു മെഡിക്കൽ നെഗ്ലിജൻസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കഴക്കൂട്ടം CSI മിഷൻ ഹോസ്പിറ്റലിൽ സർജറിക്ക് ശേഷം യുവതിയുടെ വയറിനകത്ത് തുണി വെച്ച് സ്റ്റിച്ച് ചെയ്തു. മുറിവ് ഉണങ്ങിയില്ല, പഴുത്തു. ഒടുവിൽ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുവന്ന് സ്കാൻ ചെയ്യുമ്പോൾ അതിനകത്ത് തുണിയുണ്ട്. ആ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നിട്ട് ഏതാനും മണിക്കൂറുകളെ ആകുന്നു. തിരുവനന്തപുരത്ത് കഴക്കൂട്ടം CSI മിഷൻ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവെന്ന് ആരോപണം. ശസ്ത്രക്രിയയ്ക്ക് ശേഷം തുണിക്കഷ്ണം വയറ്റിൽ വെച്ച് തുന്നിക്കെട്ടിയതായി പരാതി നൽകി. മേനക്കുളം സ്വദേശി ഷീബ പ്രമോദാണ് ഇങ്ങനൊരു പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വീണ്ടും ശസ്ത്രക്രിയ നടത്തി തുണി പുറത്തെടുത്തു. മറ്റു ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോൾ സംഭവിച്ചതാകാമെന്ന് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ വിശദീകരണം നൽകിയിട്ടുണ്ട്. കേട്ടല്ലോ. എവിടെയെങ്കിലും ഒരിടത്ത് നിങ്ങൾ പ്രതിഷേധം കാണുന്നുണ്ടോ? അറ്റ്ലീസ്റ്റ് CSI മിഷൻ ഹോസ്പിറ്റലിലേക്ക് കോൺഗ്രസ്സുകാരോ മോർച്ചക്കാരോ ലീഗന്മാരോ സുഡാപ്പികളോ ഒരു ചെറിയ സിന്ദാബാദം വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് നിങ്ങൾ കണ്ടോ? മുദ്രാവാക്യം പോലും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ ഒരുത്തനുമില്ല. എന്താണ് അത് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ചില കാര്യങ്ങൾ ഇവർ കൃത്രിമമായി കാണിക്കുമ്പോൾ ശരിയായി പ്രവർത്തിക്കുന്നവരെ സഹായിക്കാൻ കാലം തന്നെ അവസരമുണ്ടാക്കുമെന്ന് പറയുന്നില്ലേ? വണ്ടാനം മെഡിക്കൽ കോളേജിലെ ആ സംഭവം 2016 നടന്നതാണ്. അതിനാണ് ആരോഗ്യമന്ത്രി, അവർ 2021 മാത്രം അധികാരമേറ്റ ആളാണ്. അവർ ചെയ്ത പ്രവർത്തനമോ അല്ലെങ്കിൽ അവർ മന്ത്രിയായിരുന്നപ്പോൾ ഉള്ള സംഭവമേ അല്ല. പക്ഷേ അവർക്ക് നേരെ കടുത്ത ആക്രമണമുണ്ടായി. അതിന് പിന്നിൽ ചില താല്പര്യങ്ങളുണ്ട്. മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്ന ചില മാപ്ര പുങ്കവന്മാർക്ക് അവർ മന്ത്രിയായതിൽ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അയാളുടെ അനിഷ്ടത്തിനൊപ്പം നിന്നാൽ നമുക്ക് ഗുണമുണ്ട്, നമ്മളുടെ കാര്യം വാർത്തയായിട്ട് വരും. അങ്ങനെയാണ് ഏഷ്യാനെറ്റിലെ വിനു വി ജോണിന് വേണ്ടി ചിലർ ഇപ്പോഴും ആരോഗ്യമന്ത്രിക്കെതിരെ കുതിച്ചു ചാടുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ജീവന്റെ പ്രശ്നമാണല്ലോ. ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് എന്നാൽ അത് വണ്ടാനം മെഡിക്കൽ കോളേജിലുണ്ടായാലും CSI ആശുപത്രി കഴക്കൂട്ടത്തുണ്ടായാലും സമാനമായി ഇവർ പ്രതികരിക്കേണ്ടേ? കാര്യം അവരുടെ പ്രശ്നം ആ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് ഡോക്ടർമാർക്കാണ്, അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടായിരിക്കുന്നത് ഒരു രോഗിക്കാണ് ആണല്ലോ അല്ലേ? ആ രോഗിക്ക് ആ പ്രത്യാഘാതം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ആരുടെ പക്ഷത്താണ് നിലനിൽക്കേണ്ടത്? എല്ലായിടത്തും രോഗിയുടെ പക്ഷത്ത് നിലനിൽക്കണം. അങ്ങനെയാണെങ്കിൽ വണ്ടാനത്ത് രോഗിയുടെ പക്ഷത്ത് നിന്നവർ എന്തുകൊണ്ട് CSI ഹോസ്പിറ്റൽ അപ്പൻഡിസൈറ്റിസിൽ ഇക്കഴിഞ്ഞ ഡിസംബർ 3 ചികിത്സയ്ക്ക് വന്നതാണ് ഷീബ പ്രമോദ് എന്ന മേനംകുളം സ്വദേശി. അവരുടെ സർജറി പൂർത്തീകരിച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് തുണി അകത്തേക്കായത്. പിന്നീട് ഈ മുറിവ് ഉണങ്ങാത്ത അവസ്ഥ വരുന്നു. മുറിവ് ഉണങ്ങാത്ത അവസ്ഥ വരുമ്പോൾ വീണ്ടും CSI ആശുപത്രി കാണിക്കുന്നു, മരുന്ന് കൊടുക്കുന്നു. നിരന്തരമായി ഇത് പഴുത്തൊലിക്കാൻ തുടങ്ങിയപ്പോഴാണ് പേട്ടയിലുള്ള മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ഇവർ ചികിത്സ തേടിയത്. അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കുമ്പോഴാണ് ഈ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉള്ളിൽ തുണി ഇരിക്കുന്നത് കണ്ടത്. അതും പോരാഞ്ഞിട്ട് ഉടനടി ഈ വിവരം ഈ CSI ഹോസ്പിറ്റലിൽ അറിയിക്കുമ്പോൾ ആദ്യം അവർ ഉൾക്കൊള്ളാൻ തയ്യാറായില്ലെങ്കിലും പിന്നീട് സ്കാനിംഗ് റിപ്പോർട്ട് വന്നപ്പോൾ അവർ അവിടേക്ക് തിരിച്ചു വിളിച്ച് വീണ്ടും ശസ്ത്രക്രിയ നടത്തി ഈ തുണി പുറത്തേക്ക് എടുത്തു കൊടുക്കുന്നു, സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു. ഗുരുതരമായിട്ടുള്ള മെഡിക്കൽ നെഗ്ലിജൻസ് തന്നെയാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഷീബയ്ക്ക് ഈ നാട്ടിൽ നീതി ഉറപ്പിക്കാൻ ഇന്നലകളിൽ വണ്ടാനം മെഡിക്കൽ കോളേജിലെ സ്ത്രീക്ക് പിന്നാലെ സമരം ചെയ്യാൻ പോയവർ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിക്ക് നേരെ സമരം ചെയ്യാൻ പോയവർ എന്തുകൊണ്ട് CSI ആശുപത്രിയിലെ മാനേജ്മെന്റിന് നേരെ സമരം ചെയ്യാൻ ഇറങ്ങുന്നില്ല? ചോദ്യം ശക്തമാക്കേണ്ടതല്ലേ? വണ്ടാനം മെഡിക്കൽ കോളേജിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി സർക്കാരാണ്. പക്ഷേ ഒരിടത്ത് സൗജന്യ ചികിത്സയും മറ്റൊരിടത്ത് പണം വാങ്ങിയുള്ള ചികിത്സയ്ക്ക് ശേഷമാണ് ഈ മെഡിക്കൽ നെഗ്ലിജൻസ് സംഭവിച്ചിരിക്കുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ CSI മിഷൻ ആശുപത്രിയിൽ ഉണ്ടായിരിക്കുന്ന സംഭവത്തിൽ മാനേജ്മെന്റിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാക്കേണ്ടത് കോൺഗ്രസിന്റെയും മോർച്ചക്കാരുടെയും ലീഗന്മാരുടെയും സുഡാപ്പികളുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ അവർ അതിന് തയ്യാറല്ല. അതിൻ്റെ അർത്ഥം അവർ മാനേജ്മെന്റിനൊപ്പമാണ്, ഷീബ പ്രമോദിനോടൊപ്പമല്ല. അവർക്കത് സംഭവിച്ചെങ്കിൽ വച്ചനത്തട്ടെ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും വണ്ടാനം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചതിൽ ഇവർ ആരോഗ്യമന്ത്രിക്കെതിരെ ഇത്രമാത്രം കുതിച്ചുചാട്ടം നടത്തിയത് എന്ന് ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CSI മിഷൻ ഹോസ്പിറ്റൽ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സഭ നടത്തുന്ന ആശുപത്രിയാണ്. ആ സഭയിലെ ആശുപത്രി അവർക്ക് അങ്ങോട്ട് സമരം ചെയ്യാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ. സഭാപിതാക്കന്മാരെ പിണക്കിക്കഴിഞ്ഞാൽ പ്രത്യാഘാതം ഉണ്ടാകുമല്ലോ. ഈ നിലയ്ക്ക് വോട്ട് നോക്കി, ആളെ നോക്കി ഇങ്ങനെയൊക്കെ ഈ അവസരവാദ സമരം നടത്തുന്നുണ്ടെങ്കിൽ ഇവർക്ക് ആരോടാണ് കടപ്പാട്? ഏതെങ്കിലും തരത്തിൽ മെഡിക്കൽ നെഗ്ലിജൻസിന് ഇരയാകുന്ന ആ
വ്യക്തിയോടോ ആ രോഗിയോടാണ് ഇവർക്ക് കടപ്പാടെങ്കിൽ നിങ്ങൾ വണ്ടാനം മെഡിക്കൽ കോളേജ് വിഷയത്തിൽ എങ്ങനെയാണോ തെരുവിൽ പ്രതിഷേധമുണ്ടാക്കിയത്, അതേപോലെ CSI മിഷൻ ആശുപത്രിയിലും നിങ്ങൾ പ്രതിഷേധം കാണിക്കണമായിരുന്നു. അവിടെ ഒരു സമീപനം ഇവിടെ ഒരു സമീപനമാണെങ്കിൽ ജനം തിരിച്ചറിയേണ്ടത് CSI സഭയിലെ മാനേജ്മെന്റിനെതിരെ സമരം ചെയ്താൽ ഞങ്ങൾക്ക് വലിയ പ്രത്യാഘാതമുണ്ടാകും, ഞങ്ങൾക്ക് കിട്ടേണ്ട പലതും കിട്ടാതെ വരും. പക്ഷേ സർക്കാർ ആശുപത്രി ഇവർക്കൊക്കെ വേണ്ടി തകർത്തു കൊടുക്കാൻ അതിനും ഞങ്ങൾ എന്ത് ചെയ്യും, അവർക്കൊപ്പം നിൽക്കും. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഇവർ ഇത്രയും ദിവസം തെരുവിൽ കാട്ടിക്കൂട്ടിയത് അത് ഒരു രോഗിയോടുള്ള അവരുടെ താല്പര്യം കൊണ്ടോ കടപ്പാട് കൊണ്ടോ അല്ല. അത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വലിയ വാർത്തയാണ്. മാധ്യമങ്ങൾക്ക് ഈ പറയുന്ന CSI മിഷൻ ഹോസ്പിറ്റൽ അധികൃതർ മാസപ്പടി കൊടുക്കുന്നത് കൊണ്ട് അവർ ഇതിനെതിരെ വാർത്ത വലിയ തോതിൽ ചർച്ചയാക്കില്ല. അതുകൊണ്ട് ഞങ്ങളും അത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. ഇതാണ് ഇവർക്ക് രോഗികളോടുള്ള അവസരവാദപരമായിട്ടുള്ള സ്നേഹമെന്ന് നാട്ടുകാർ ഒന്ന് മനസ്സിലാക്കണമെന്ന് മാത്രമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഗുരുതരമായിട്ടുള്ള മെഡിക്കൽ നെഗ്ലിജൻസിനെ ചൂണ്ടിക്കാട്ടി പറയാനുള്ളത്.